ജാ സുധീഷേ, നിനക്കെന്നെ മനസ്സിലായോ? ഞാനാടാ പാച്ചു, പ്രശാന്ത്. നമ്മളെ റൂമില്, സുധേട്ടന്റെ റൂമില്. ആ ഓ പാച്ചു മസ്കറ്റില് 2010 അല്ലേ? അതന്നെ. ഞാൻ വിചാരിച്ചത് നിനക്കെന്നെ മനസ്സിലാവില്ല. എനിക്കും മനസ്സിലായില്ല. നിന്റെ നടത്തം കണ്ടപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. നീ മസ്കറ്റിന്ന് എപ്പോഴാ വന്നേ? ഏയ്, ഞാൻ 3 മാസം ആകെ മസ്കറ്റിൽ ഉണ്ടായുള്ളൂ. പിന്നെ വിസ അടിക്കാൻ വന്നിട്ട് പിന്നെ പോയില്ല. ഇവിടെ സ്വന്തം ബിസിനസ്സാ. ഞാൻ 4-5 മാസം വന്നിട്ടുണ്ട് പോന്നു. കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ പോയില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടില്ലടാ. അവിടെ നീ അടിമപ്പണി തന്നെയല്ലേ. അത് കഴിഞ്ഞിട്ട് അതൊന്നും ഒരു മോചനമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്വന്തം ബിസിനസ് ചെയ്താ ഐ ആം ദ ബോസ്, ആ ഒരു ലൈനാണ്. അല്ല, എന്താ നിന്റെ പരിപാടി? ഞാനിങ്ങനെ വീട് കുട്ടി കുട്ടി വീട് അങ്ങനെ. കാര്യങ്ങളൊക്കെ മനസ്സിലായി. വേലയില്ല, പട്ടാധാരി. നിന്റെ വീട് കുറ്റിപ്പുറത്തും കണ്ടല്ലേ? നീ എന്താ ഇവിടെ? ഇവിടെ ഭാര്യ വീടാ. കല്യാണം കഴിഞ്ഞ മുതൽ ഇവിടെയാ. ഭാര്യ വീട്ടിൽ പരമസുഖം അല്ലടാ. നമുക്കിവിടെ മാറി സംസാരിച്ചാൽ ഇവിടെ ഭയങ്കര ലഹള. വേറെന്താടാ വീട്ടിലെ വിശേഷം? ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? പഞ്ചായത്തില്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നത്. ഞാനും കുറച്ചു കാലം ഭാര്യ വീട്ടിലായിരുന്നു. വല്ലാത്തൊരു തൊലിഞ്ഞ കാലഘട്ടമായിരുന്നു. എന്താ നിന്റെ അവസ്ഥ? അവസ്ഥ കുഴപ്പമില്ല. എനിക്കറിയാടാ ഭാര്യ വീട്ടിലെ കാര്യം. ഞാനും കുറേ അനുഭവിച്ചതല്ലേ. അന്ന് ഞാൻ ഈ ബിസിനസ്സൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അവളെ എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ എന്നും അടി ആയതുകൊണ്ട് ഇപ്പം അവളുടെ വീട്ടിലേക്ക് മാറിയതാ. ഞാൻ കല്യാണം കഴിയുമ്പോൾ തന്നെ മാറി. ഓ, 10-15 വർഷമായിട്ട് ഇപ്പോൾ അവളുടെ വീട്ടിലാ. 15 കൊല്ലോ? എനിക്കൊക്കെ അവിടെ ഒടുക്കത്തെ ടോർച്ചറിങ് ആയിരുന്നു. രാവിലെ അമ്മായപ്പനും അമ്മായിമ്മയും അവളും കൂടി ഇവിടെ ഇറങ്ങിപ്പോകും. പിന്നെ അത് കഴിഞ്ഞാൽ കയറി വന്ന 5 മണിക്ക്. അത്ര സമയം ഞാൻ അവിടെ ഒറ്റയ്ക്കിരിക്കണം. ഏയ്, അവരൊക്കെ രാവിലെ അവിടേക്കാ പോണേ. അവർക്ക് 3 പേർക്കും ജോലിയുണ്ട്. അതിനാണ് ഈ രാവിലെ എഴുന്നള്ളി പോണേ. അവർ പോണോണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. രാവിലെ എൻ്റെ അടുത്ത് പറയും, ഗ്യാസുകാർ വരും, പൈസ എടുത്ത് കൊടുക്കണം, കേബിളുകാർ വരും, പൈസ കൊടുക്കണം. 100 കാര്യങ്ങളുണ്ടാവും. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് തലവേദന. എന്നിട്ട് പിന്നെ ജോലിക്ക് പൊക്കൂടേന്നൊരു ടോക്ക്. അത് മഹാമോശമായി പോയി. ഞാൻ കട്ടയ്ക്ക് പറഞ്ഞു പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാ പോരെ? എനിക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉണ്ടാവും. നിനക്കിത് മനസ്സിലാവാത്തോണ്ടാ. ചിലർ നമ്മളെ സ്നേഹത്തിൽ പറഞ്ഞു പറ്റിക്കും. ഹലോ, ശരി ശരി, ഞാൻ കൊണ്ടുവരാം. ഹലോ ഹലോ ഹലോ. ആരാ? ഭാര്യയെ വരുമ്പോഴേ പൊരി മേടിച്ചിട്ട് വരാം. കണ്ടില്ലേ, ഈ സാധനങ്ങളൊക്കെ നീ വാങ്ങിക്കണം. വൈകുന്നേരം അവർ സാരിയൊക്കെ കൊടുത്ത് ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞ് അമ്പലത്തിലൊക്കെ തൊഴുത്. അതല്ല എൻ്റെ സത്യം. ഏതാണ്ടൊക്കെ. എന്നിട്ട് നിന്നോട് പറയും, ചേട്ടൻ രാവിലെ അമ്പലത്തിൽ പോയതല്ലേ, വൈകുന്നേരം ഇവിടെ ഇരുന്നു, കുട്ടികളെ നോക്കാണ്ട്, അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആളില്ല. കറക്റ്റാണല്ലോ. നിനക്കിത് എങ്ങനെ മനസ്സിലായി? ട്ടാ, എനിക്കറിഞ്ഞൂടെ ഈ അച്ഛ വീട്ടിലെ കാര്യങ്ങൾ. പട്ടിയുടെ വില ഉണ്ടാവില്ല. ശരിയാ, വലിയ വിലയൊന്നും ഇല്ല. സംശയിക്കണ്ട, അതാണ് സത്യം. ഒരു 5 പൈസയുടെ വില ഉണ്ടാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ പോലെ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല നിലയ്ക്ക് എത്താൻ നോക്ക്. അപ്പം നിനക്ക് നിന്റെ വില മനസ്സിലാവും. എന്ത് ബിസിനസ്? ബിസിനസ് ചെയ്യാൻ കാശ് വേണ്ടേ? അത് ഞാൻ അവരടുത്ത് ചോദിക്കണ്ടേ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ കുടിക്കോ, പാർട്ട്ണർഷിപ്പ്. അല്ലേ വേണ്ട, പാർട്ട്ണർഷിപ്പ് ഭാവിയിൽ പ്രശ്നമാവും. നിനക്ക് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തരാം. നീ ഒറ്റയ്ക്ക് നടത്തിക്കോ. ആണോ? ആന്ന്. നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, എന്നും ഇടണേൻ്റെ 10 ഇരട്ടി ലാഭം. നീ ആരാ? ആരാ? രാജാവ്. രാജാവല്ലേ, രാജാവ്. വീണ്ടും ഫോൺ വരുന്നുണ്ട്. ഭാര്യ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ കയ്യോടെ പറ്റില്ല എന്ന് പറഞ്ഞോ. ഇങ്ങനെ മുതലാക്കാൻ പാടില്ലല്ലോ മനുഷ്യനെ. എന്ത്? ഈത്തപ്പഴോ? പറ്റില്ല എന്ന് പറയാം. പോയി പണിയാൻ പറ. എനിക്ക് വയ്യ. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പോയി മേടിച്ചോ. അതന്നെ, സൗകര്യമില്ല എന്ന് പറ. എനിക്ക് സൗകര്യമില്ലടി. പോരെ? അങ്ങനെ പറ. വെച്ചിട്ട് പോടിന്ന് പറ. വെച്ചിട്ട് പോടി. അങ്ങനെ നീ ഒരു ചുണയുള്ള ഭർത്താവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, നീ എന്ത് ബിസിനസ്സാന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് ബിസിനസ്സാ? ബിസിനസ് സീസണബിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ് തീർത്ത് വേണ്ട. പണിയെടുക്കാനുള്ള ശക്തിയും മനസ്സും മാത്രം ഉണ്ടായാൽ മതി. അത് ഞാൻ ഏറ്റു. നമുക്ക് പോയാലോ?
അവള് വരുന്നുണ്ട് കേട്ടോ. ഇതാണോ ഭാര്യ? ഇതന്നെ സാധനം. അഹങ്കാരി മോന്തേട്ടാ. തുറച്ചു നോക്ക്. ഓ ചോദിക്കടാ. എന്താടി തുറച്ചു നോക്കണേ? പോരെ. നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയേ? അവനെന്ത് പറ്റാൻ? പറ്റാൻ പോണൊക്കെ നിനക്കാ. ഇതാരാ? വീട്ടിലേക്ക് വരട്ടെട്ടാ, അപ്പൊ സംസാരിക്കാം. അവന്റെ പട്ടി വരും ഇനി വീട്ടിലേക്ക്. അതിന് വേറെ ആളെ നോക്കണം അല്ലടാ. അല്ല പിന്നെ സുമേഷേട്ടാ. അവളുടെ ഒരു സുമേഷേട്ടൻ. അച്ചി വീട്ടിലൊരു പട്ടിയെ പോലെ പണിയെടുപ്പിച്ചതും പോരാ. എന്നിട്ട് സുമേഷേട്ടൻ. അതന്നെ അവളുടെ ഒരു സുമേഷേട്ടൻ. ഇയാൾക്ക് പ്രാന്തായോ? പ്രാന്തോ? പറയടാ, നിനക്കല്ല പ്രാന്ത്, അവളുടെ തന്തയ്ക്കാ പ്രാന്ത്. എൻ്റെ അച്ഛനാടി പ്രാന്ത്. പ്രാന്തത്തെ പ്രാന്ത്. എന്റെ അച്ഛനെ വിളിക്ക്. ഞാൻ വീട്ടിൽ നിങ്ങൾ കാല് കുത്തരുത്. എനിക്കിനി നിങ്ങളെ കാണാൻ. നീ പോടി. പോട്ടടാ പോട്ടെ. നിനക്ക് കാശാൻ പോയി പോയതൊക്കെ പന്ത് പോലെ തിരിച്ചു വരും. ആണല്ലേ? എന്നാൽ നമുക്ക് ബിസിനസ് പെട്ടെന്ന് തുടങ്ങാം. വാ. എന്നാ വാ. ഈ ബിസിനസ് ചെയ്യുമ്പോൾ നീ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തേത്, നീ നന്നായി സംസാരിക്കാൻ പഠിക്കണം. രണ്ടാമത്തത്, നിന്റെ ബുദ്ധിയും ശക്തിയും ചില സമയങ്ങൾ ഒന്നിച്ചുപയോഗിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഏറ്റു. എന്നാ നീ കണ്ട് പഠിക്കേ. വെയ് രാജാ വെയ്, 1 വെച്ച 2, 2 വെച്ച 4. വെയ് രാജാ വെയ്, 1 വെച്ച 2, 2 വെച്ച 4. ഈ ബിസിനസ്സാ? ഇതാ നീ പറഞ്ഞ ബുദ്ധിയും ശക്തിയും ഒരേപോലെ പ്രവർത്തിക്കുന്ന ബിസിനസ്? ഈ പരിപാടിക്ക് ബുദ്ധി ഒക്കെ, ശക്തി എന്തിനാടാ? എടാ പൊട്ട, പോലീസ് വന്ന ഓടണ്ടേ? അതിന് ശക്തി വേണ്ടേ? അതേ, ഞാനും ഉണ്ട് വീട്ടിലേക്ക്. പ്ലീസ്, ഞാനും വരാം. എന്നെയും കൊണ്ടുപോകാം. ഞാനുണ്ട്. ഒരു കുടുംബം കലക്കിയപ്പോ എന്തൊരു സമാധാനം.